ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനം തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനം തത്ത പറന്നു വന്നു. ഇന്ന് നയാസിൽ നമ്മോടൊപ്പമുള്ള അതിഥി മുഹമ്മദ് നബീൽ. മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, തരിവളകൾ കിൽങ്ങുമ്പോൾ കുഞ്ചുന്ന മൊഴിയല്ലേ, അഴകുള്ള രാവല്ലേ, കുളിരും നിലാവല്ലേ, അസർ മുല്ലപ്പൂ പോലെ അരികത്തു നീയില്ലേ. നയാസ് സീനിയർ. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനം തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനം തത്ത പറന്നു വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനം തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനം തത്ത പറന്നു വന്നു. നമുക്കെന്തിനാണ് ഇത്ര അഹങ്കാരം? നമ്മുടെ കഴിവോ പ്രശസ്തിയോ കായിക ബലമോ ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാറ്റാനാവുന്നതേയുള്ളൂ അഹന്ത. ഉയരങ്ങളിലേക്ക് കൈപിടിച്ചാനയിച്ച ദൈവത്തിന് ഒരു നിമിഷം പോലും വേണ്ടല്ലോ അവിടെ നിന്ന് താഴെ ഇറക്കാൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നയാസിൽ നമ്മോടൊപ്പമുള്ള അതിഥി മുഹമ്മദ് നബീൽ. നബീലിനെ നമുക്ക് നയാസിലേക്ക് സ്വാഗതം ചെയ്യാം. നബീലെ, നയാസിലേക്ക് സ്വാഗതം. താങ്ക് യു. എവിടുന്നാ വരുന്നത്? ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ. എന്താ ചെയ്യുന്നത്? ഞാൻ പിന്നെ വേറെ ജോലി ഉണ്ട്, പാട്ടിന്റെ കൂടെ തന്നെ അതും കൂടി എന്താ ജോലി പോകുന്നുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. അതിന്റെ കൂടെ ഇത് പാട്ട് എഴുത്തുണ്ട്, പാട്ട് പാടുന്നുണ്ട്. താരാട്ട് പാട്ട്, കല്യാണപ്പാട്ട്, ആശംസാ ഗാനം, അങ്ങനെയുള്ള കാറ്റഗറിയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നീട് എല്ലാ പാട്ടും പിന്നെ പാടും, മറ്റുള്ളവരെ പാട്ടും കൂടി പാടും. ചെറിയ ചെറിയ പരിപാടിയൊക്കെ പോകും. എത്ര വർഷമായി ഫീൽഡില്? ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ മുന്നോട്ട് പോകും. സ്റ്റുഡിയോ വർക്കാണ് കൂടുതലുണ്ടായാലും, സ്റ്റുഡിയോയിലാണ് കൂടുതലുണ്ടായാലും. വീട്ടിലാരൊക്കെ? വീട്ടില് ഉമ്മ, ഉപ്പ, അനിയനുണ്ട്, അനിയത്തിണ്ട്. അനിയന് ഇപ്പം +2 പഠിക്കുകയാണ്. എങ്ങനെ മാപ്പിളപ്പാട്ട് മാത്രമാണോ പാടാറ്? മാപ്പിളപ്പാട്ടാണ് കൂടുതൽ. അതില് കൂടുതൽ പഠിച്ച് അതിൽ തന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ അതിൽ ബേസിൽ തന്നെയാണ് പോകുന്നത്. അതെ അതെ. നബീലിന്റെ വിശേഷങ്ങളിലേക്കും പാട്ടുകളിലേക്കും നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പായി ഇന്നത്തെ ആദ്യത്തെ കോളർ ആരെന്ന് നോക്കാം. ഹലോ, നയാസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? സാദിഖ്. എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. എന്താ ചെയ്യുന്നേ? അത്യാവശ്യം വണ്ടി ഓട്ടം. ഓ ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? ബാബയും ഉമ്മയും? അതെന്താ പറയാ അത്ര മടി? എന്നാലും എന്തോ ഉണ്ട്, അതാണ് ഇങ്ങനെ ചിരിക്കുന്നേ. ഏട്ടനും അനിയത്തിയോ? ഏട്ടനും താത്തയാ? അവരൊക്കെ എന്താ ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞാണോ? ഇല്ല ഇല്ല. സാദിക്ക് പാട്ട് പാടുവോ? പാട്ട് പാടില്ല. ഇപ്പൊ എവിടെയല്ലേ? വീട്ടിലാണ്. അത് ശരി. എന്തിനെങ്കിലും പോവാനുള്ള തയ്യാറെടുപ്പിലാണോ? അല്ലല്ലേ. ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് നയാസിൽ ഒരു അതിഥി ഉണ്ട്, നബീല്. എന്നാ നബീലിന്റെ പാട്ട് കേൾക്കാം നമുക്ക്. റസൂലിന്റെ സ്വലാത്തിന്റെ മഹത്വമേറെ രാജ ഹബീബിന്റെ മദീനത്തെ തിളക്കമേറെ
ത്വാഹാ റസൂലിൻ്റെ സ്വലാത്തിൻ്റെ മഹത്വമേറെ രാജാ ഹബീബിൻ്റെ മദീനത്തെ തിളക്കമേറെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹാ റസൂലിൻ്റെ സ്വലാത്തിൻ്റെ മഹത്വമേറെ രാജാ ഹബീബിൻ്റെ മദീനത്തെ തിളക്കമേറെ മരുഭൂമിയിൽ മിന്നിലാവായി വന്നു ഇരുലോകവും വിജയം വരാൻ ഇറയോന്റെ മൊഴികൾ തന്നു ഇരുൾ മുങ്ങിയ മരുഭൂമിയിൽ മിന്നിലാവായി വന്നു ഇരുലോകവും വിജയം വരാൻ ഇറയോന്റെ മൊഴികൾ തന്നു സത്യമാർഗദീപം പകരാൻ നിത്യമെത്ര ദുരിതമറിഞ്ഞു ശത്രുതകൾ ചെയ്തവരോടും മുത്തു റസൂൽ നന്മ ചൊരിഞ്ഞു യതീമായി ജന്മമെടുത്തു സഹനമറിഞ്ഞു ഉലകിൻ നായകൻ ത്വാഹാ റസൂലിൻ്റെ സ്വലാത്തിൻ്റെ മഹത്വമേറെ രാജാ ഹബീബിൻ്റെ മദീനത്തെ തിളക്കമേറെ ജനകോടികൾ സലാം ചൊല്ലുമീ ജഗദ്ദീപമേ നൂറുള്ള ജയം തേടിയോർക്കിടം സ്വർഗമെന്നരുൾ ചെയ്തു ഹബീബുള്ള ജനകോടികൾ സലാം ചൊല്ലുമീ ജഗദ്ദീപമേ നൂറുള്ള ജയം തേടിയോർക്കിടം സ്വർഗമെന്നരുൾ ചെയ്തു ഹബീബുള്ള അല്ലാഹുവിൻ ദൂതരിറങ്ങി അതിശയങ്ങളിവിടെ തുടങ്ങി തൗഹീദിന്റെ മന്ത്രമുയർത്തി ത്വാഹാ തങ്ങൾ നന്മ വളർത്തി പ്രപഞ്ചത്തിനധിപതിയോനും മലക്കുകൾ സഹിതം ചൊരിയും സ്വലാത്ത് ത്വാഹാ റസൂലിൻ്റെ സ്വലാത്തിൻ്റെ മഹത്വമേറെ രാജാ ഹബീബിൻ്റെ മദീനത്തെ തിളക്കമേറെ ത്വാഹാ റസൂലിൻ്റെ സ്വലാത്തിൻ്റെ മഹത്വമേറെ രാജാ ഹബീബിൻ്റെ മദീനത്തെ തിളക്കമേറെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലോ, പാട്ട് കേട്ടോ? ആ പാട്ട് കേട്ടു. ഇനി വീണ്ടും വിളിക്കട്ടോ നയാസിലേക്ക്. ഓക്കെ, നന്നായിട്ട് പാടിട്ടോ. ഈ പാട്ട് ആര് പാടിയതാ? ഇത് ഷാഫിക്ക പാടിയതാണ്. ഷാഫിക്ക എഴുതിയ ഷാഫിക്ക പാടിയ അവരെന്നെ എഴുതിയ പാട്ടാണ്. ആ ശരി. കാസറ്റ് വർക്കിലൊക്കെ പാടിയിട്ടുണ്ടോ നബീല്? കാസറ്റ് വർക്ക് ഇപ്പൊ ഒരു റമദാൻ മാസം കഴിഞ്ഞല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ട് ഞാൻ തന്നെ ഒരു ട്യൂണ് കണ്ടെത്തി ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. അത് വിഷ്വല് കഴിഞ്ഞതാണ്, SR മീഡിയയിലൂടെ അത് പബ്ലിഷ് ചെയ്തതാണ്. അപ്പൊ നല്ല അഭിപ്രായമാണ് അതിന് കിട്ടിയത്. ഇനി അടുത്ത വർഷം അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. നബീലിന്റെ പാട്ടും വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പായി ചെറിയൊരു ബ്രേക്ക്.
വെൽക്കം ബാക്ക്. പാട്ടിൻ്റെ പാലായി തീർത്ത നയാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, നയാസിലേക്ക് സ്വാഗതം. ഓക്കെ. ആരാ വിളിക്കുന്നേ? ഞാൻ വിളിക്കുന്നത് അബ്ദുൽ ജലീൽ പതിരിപ്പാടം. അബ്ദുൽ ജലീല് പതിരിപ്പാടം. പാതിരിപ്പാറ. ആ, അതെവിടെയാണ്? പാതിരിപ്പാടം എവിടെയാണത്? അത് ചുങ്കത്തറ സ്ഥലം അറിയോ? ചുങ്കത്തറ കേട്ടിട്ടുണ്ട്. ചുങ്കത്തറ അടുത്ത് തന്നെയാ. ഓ, അത് ശരി. ചുങ്കത്തറ പഞ്ചായത്തിൽപ്പെട്ടതാ. അതെല്ലേ. എന്താ ചെയ്യുന്നക്കാ? ഞാൻ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആദ്യം ഒരു ഗൾഫായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു? അവിടെ വന്നിട്ട് ഗൾഫില് ജമാമിലും റിയാദിലില്ല, ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ശരി. അപ്പൊ നിർത്തി വന്നതാ? നിർത്തി വന്നാ, ഒഴിവാക്കി വന്നു. ഓക്കെ ഓക്കെ. വീട്ടിലാരൊന്നുമില്ല. വീട്ടില് വൈഫ് മാത്രമേ ഉള്ളൂ. വൈഫ് മാത്രം. സുഖമായിട്ട് പോന്നു? ഒക്കെ സുഖമായിട്ട് പോന്നു. പാട്ടൊക്കെ പാടുക? പാട്ടൊക്കെ പാടുവോ? പാട്ടൊന്നും നമുക്ക് പാടാം. ഞാൻ വല്ലാതെ മുസ്ലിം പാട്ട് ആസ്വദിക്കുന്ന ആളാ. അല്ല, ഞാൻ പാടലില്ല. പാടാറില്ല. ആസ്വദിക്കും അല്ലേ? ആസ്വദിക്കും, നല്ല ആസ്വദിക്കും. ഞാൻ എല്ലാ പാട്ടും കേൾക്കുന്ന. റിയാസില് നിങ്ങളുടെ പാട്ടൊക്കെ ദിവസവും വരുമ്പോഴൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. രാത്രി 10 മണിക്കൊക്കെ വരുന്നേ. ശരി. അതല്ലേ. എന്നാ നമുക്ക് നയാസിലൊരു അതിഥി ഉണ്ട്, നബീല്. നബീലാണോ? അല്ലല്ല, പയ്യന്നൂരിന്റെ നബീൽ, മുഹമ്മദ് നബീൽ. നബീലിന്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ, കേൾക്കാം. കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുനീയൻ പാപങ്ങൾ കഴുകാനായി തെളിനീര്. കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുനീയൻ പാപങ്ങൾ കഴുകാനായി തെളിനീര്. പാപങ്ങളേറി ഭാരങ്ങൾ കൂടി കബറിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കൂടെ ആരോ 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 കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുനീയൻ പാപങ്ങൾ കഴുകാനായി തെളിനീര്. അറിയാതെ ഞാനേറെ പാപങ്ങൾ ചെയ്തു പോയി, ഇരവും പകലും ഞാൻ മനം നൊന്ത് തേടുന്നു. നിന്നോടടുക്കാനും തൗബയിൽ മുഴുകാനും, തക്ബീർ ചൊല്ലാനും തഹ്ലീം നേടാനും, കരുണക്കടലായ ഏകയിലാഹേ കരുണ നീ ചൊരിഞ്ഞിടേണേ. അല്ലാ 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 അല്ലാ. കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി, തരുനീയൻ പാപങ്ങൾ കഴുകാനായി തെളിനീര്.
കനിവേകി കരകേറ്റാൻ നീയല്ലാതാരാണ്? കരളിലെ നോവുകൾ മാറ്റുന്നോ നീയാണ്. മൗത്തെന്ന സത്യത്തെ നേരിട്ട് കാണുമ്പോൾ മനസ്സിൽ നിറപ്പിക്ക് ഈമാൻ റഹ്മാനേ. ജല്ല ജലാലായ ഏക ഇലാഹേ, പാപങ്ങൾ പൊറുത്തിടേണേ. അല്ലാ 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 അല്ലാ. കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി. തരുനീയൻ പാപങ്ങൾ കഴുകാനായി തെളിനീര്. പാപങ്ങളേറി ഭാരങ്ങൾ കൂടി കബറിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കൂടെ ആരോ ആരോ ആരോ. കെഞ്ചി ഞാൻ കേഴുന്നു അല്ലാ നിൻ തൗബയ്ക്കായി. തരുനീയൻ പാപങ്ങൾ കഴുകാനായി തെളിനീര്. പാട്ട് കേട്ടോ? കേട്ടു. അല്ല നല്ലതായിരിക്കുന്നു. എന്തായാലും വിളിക്കണം, വീണ്ടും വിളിക്കണം കേട്ടോ. ഷെരീഫ് പാടിയ പാട്ടാണ് അല്ലേ? പാടിയ പാട്ടാണ്. നല്ല വരികളാണ്, അതുപോലെ നന്നായിട്ട് പാടിയ ഒരു പാട്ടാണ് ഷെരീഫ് ഖാന്റെ. ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് ആ കൂട്ടത്തിലുള്ള ഒരു ഹിറ്റ് പാട്ട്. നബീലിന്റെ ഒരു പാട്ടും കൂടി ബാക്കിയുണ്ട്. അതിനു മുമ്പായി ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. പാട്ടിന്റെ പാലാഴി തീർത്ത നയാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ലാസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ. വാലേക്കും അസ്സലാം. നയാസിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? അലൈന്ന്. എന്ത് ചെയ്യുന്നേ? ആ ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഒരുമിച്ചാണോ താമസിക്കുന്നത്? പെങ്ങന്മാരെല്ലാരും? ശരി. മക്കളെന്ത് ചെയ്യാ? പഠിക്കണോ? പഠിക്കുക. ചെറിയ കുട്ടികളാ? ഓ ചെറിയ കുട്ടികളാണ് അല്ലേ? ഇക്ക എങ്ങനെ പാട്ടൊക്കെ പാടോ? ആസ്വദിക്കും. എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം കേൾക്കാൻ? കൂടുതൽ മാപ്പിള പാട്ട് തന്നെ? ശരി. അത് നമുക്ക് നയാസിൽ ഒരു അതിഥി ഉണ്ട്, നബീൽ. നമുക്ക് നബീലിന്റെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ. മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, തരിവളകൾ കിലുങ്ങുമ്പോൾ കുഞ്ചുന്ന മൊഴിയല്ലേ, അഴകുള്ള രാവല്ലേ, കുളിരും നിലാവല്ലേ, അസർ മുല്ലപ്പൂ പോലെ അരികത്തു നീയില്ലേ, കരിമിഴിയിണയിൽ നാണത്തിന്റെ സുറുമയുമെഴുതി പൂമുഖത്ത് കസവൊളി തൂവും തട്ടമൊന്നു മാറ്റുകയില്ലേ, മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, തരിവളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ.
കല്ലിൻ കാന്തിയിൽ തങ്കക്കൊലുസിൻ ചിഞ്ചിലം, അരയിലെ വെള്ളി അരഞ്ഞാണം ഇശലിൻ ശീലുകൾ പാടുമ്പോൾ കാതിൽ വിളങ്ങും ലോലാക്കോ ഒപ്പന താളം തുള്ളുന്നു. മണവാട്ടിയാവുകയില്ലേ, മധുരങ്ങൾ നൽകുകയില്ലേ, എന്നാശക്കിളിയല്ലേ, കൽവിലെ നിധിയല്ലേ, മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, തരിവളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ. സ്വർഗത്തിൻ തോപ്പിലെ മുഹബത്തിൻ കനിയാണു നീ, കൈകൾ പൊത്തിയൊളിക്കല്ലേ, കള്ളക്കൺ കോണിറിയല്ലേ, ഏഴാം ബഹറിൻ ചേലല്ലേ, വാർമഴവില്ലിൻ നിറമല്ലേ, മാറ്ററിയാത്തൊരു പൊന്നല്ലേ, മാറിൽ നിറയെ കനവല്ലേ, പനിനീരിൻ മലരല്ലേ, 17 വരവല്ലേ, കമറിൻ്റെ ഒളിയല്ലേ, കൽക്കണ്ട കനിയല്ലേ, മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, തരിവളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ, അഴകുള്ള രാവല്ലേ, കുളിരും നിലാവല്ലേ, അസർ മുല്ലപ്പൂ പോലെ അരികത്തു നീയില്ലേ, കരിമിഴയിണയിൽ നാണത്തിൻ്റെ സുറുമയുമെഴുതി, പൂമുഖത്ത് കസവൊളി തൂവും, തട്ടമൊന്നു മാറ്റുകയില്ലേ, മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, തരിവളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ. ഓക്കെ, പാട്ട് കേട്ടില്ലേ? എനിക്ക് വീണ്ടും വിളിക്കണേ നയാസിലേക്ക് കേട്ടോ. ഓക്കെ, വിധു പ്രതാപ് പാടിയ പാട്ട് അല്ലേ? വിധു പ്രതാപ് പാടിയത് നല്ല ഹിറ്റായ പാട്ടാണ്, സൂപ്പർ ഹിറ്റാണ്. ഇതിന്റെ വിഷ്വലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് കാലം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന പാട്ടാണ് അധികം. കാരണം ആരും പാടുന്ന ഒരു ഗാനം, എത്ര ഹിറ്റായത് ഗാനം അല്ലേ? നയാസിൽ വന്നിട്ട് എന്താണ് നബീലിന് പറയാനുള്ളത്? നയാസിൽ പുതിയൊരു അനുഭവമാണ്, ഇന്റർവ്യൂ ഒക്കെ ആദ്യമാണ്. അപ്പൊ ചെറിയ ചെറിയ അവസരം ഈ ദർശന TV തരുന്നതിൽ ഒരുപാട് സന്തോഷം. നയാസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സുറുമി. മാസലാമ.